ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദത്തിൻ്റെയും ഒമ്പതാം പദത്തിൻ്റെയും തുക 120 ആണ്. ക്വസ്റ്റ്യൻ. ഒന്നാം പദത്തിൻ്റെയും 16-ാം പദത്തിൻ്റെയും തുക എത്ര? x8 പ്ലസ് x9 ഈക്വൽ ടു 120, x1 പ്ലസ് x16 ഈക്വൽ ടു 120. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 17 നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. ആദ്യത്തെ 16 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ എസ് പറയുന്നത് തുകയാണ്. S16 ഈക്വൽ ടു 8 ബ്രാക്കറ്റ് x1 പ്ലസ് x16 ബ്രാക്കറ്റ് ക്ലോസ് എസ് ഈക്വൽ ടു 8 ഇൻറ്റു 120 ഈക്വൽ ടു 960. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി സി ആണ്. 5-ാം പദം 21 ആയാൽ 12-ാം പദം കാണുക. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആണ്. x1 പ്ലസ് x16 ഈക്വൽ ടു 120, x5 പ്ലസ് x12 ഈക്വൽ ടു 120, 21 പ്ലസ് x12 ഈക്വൽ ടു 120, x12 ഈക്വൽ ടു 120 മൈനസ് 21, x12. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5-ാം പദം 21 ആയാൽ 12-ാം പദം കാണുക. 12-ാം പദം ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 12-ാം പദം ഇത് രണ്ടും മൈനസ് ചെയ്താൽ 99 എന്ന് കിട്ടും.